നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി ഒരു പരാതി വരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായി എത്തിയ നെയ്യാറ്റിൻകര സ്വദേശി രാജേഷ് കുമാർ കുഴഞ്ഞു വീണ് മരിച്ചു. നെഞ്ചുവേദനയാണെന്ന് അറിയിച്ചിട്ടും ക്യൂവിൽ നിൽക്കാൻ നിർദ്ദേശിച്ചെന്നും അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷം രാജേഷ് കുമാർ കുഴഞ്ഞു വീണുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അപ്പോൾ ഞാൻ ഇവിടെ ആ പേഷ്യന്റിനെ കൊണ്ടുവരികയും ഈ സെക്യൂരിറ്റി ഗാർഡ് ഡോക്ടറെ കാണാൻ അനുവദിക്കാത്ത ഒരു സ്റ്റേജാണ്. നെഞ്ചുവേദന എന്ന് പറഞ്ഞ് നിനക്ക് OP ടിക്കറ്റ് ഇല്ലാതെ അകത്ത് കൊണ്ട് കയറാൻ പറ്റൂടാ, എങ്കിൽ നീ കയറി, നിന്റെ കയ്യിൽ എഴുതരോ എന്ന് പറയുകയും ECG എടുക്കുന്ന ആ സ്ത്രീ പൈസ അടച്ചാലേ ECG എടുക്കുള്ളൂ എന്ന് കർശിക്കുകയും ചെയ്തു. ഡോക്ടറെ കണ്ടാൽ ഈ പ്രശ്നം തീരുമായിരുന്നു, പക്ഷെ അത് രൂക്ഷമായി കാണിച്ചു. ഈ നടപടികളെ അറിയാം, ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ആരോപണ വിധേയനായ സെക്യൂരിറ്റി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. നാളെ CCTV അടക്കം പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ടിനോട് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നെഞ്ചുവേദനയായിട്ട് ആള് വന്നിരുന്നു. ഇവിടെ വന്ന ആളിന് നമുക്ക് ECG എടുത്തപ്പോഴേക്കും ECGയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് ECG കണ്ടിട്ട് ഹാർട്ട് അറ്റാക്കിന് ഫസ്റ്റ് എയ്ഡായിട്ട് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം റെഫറൻസ് കൊടുത്തു. അപ്പോൾ തന്നെ റെഫറൻസ് കൊടുത്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് രോഗി കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയത്. എന്തായാലും അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്നത് ശരിക്കും സെക്യൂരിറ്റിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ആ സെക്യൂരിറ്റി സ്റ്റാഫിനെ മാറ്റി നിർത്താനായിട്ട് ഇപ്പോൾ തൊട്ട് നടപടിയുണ്ട്. നമുക്ക് പകരം ഡ്യൂട്ടിക്ക് ആളിനെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ അത് നാളെ തന്നെ ബാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. സാന്ത്വന, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ആശുപത്രിയുടെയും സൂപ്രണ്ടിന്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ കുടുംബാംഗങ്ങൾ തൃപ്തരാണോ? അരുൺ, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ചികിത്സ വൈകിപ്പിക്കുകയും അതിന് പിന്നാലെ തന്നെ രോഗി മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ തന്നെയും പരാതിയായി ഉയർന്നത്. രാജേഷ് കുമാർ 52 വയസ്സുകാരനാണ്. അദ്ദേഹം ഇവിടെ ഈ ആശുപത്രിക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നെഞ്ചുവേദനയായിട്ടാണ് ആശുപത്രിയിലേക്ക് വരുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 6:45 ആശുപത്രിയിൽ വന്നത്. ആശുപത്രിയിൽ വന്ന പാടെ അകത്തേക്ക് കയറാൻ തുടങ്ങി. കാരണം നെഞ്ചുവേദനയായിട്ട് വന്ന ആളാണ്. അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാരന് അദ്ദേഹത്തെ ഇവിടെ തടയുകയാണ് ചെയ്തത്. അകത്തേക്ക് പോകാൻ കഴിയില്ല. ആദ്യം OP ടിക്കറ്റ് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിന്നീട് OP ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ക്യൂവിൽ നിന്നു കുറെ അധികം നിന്ന ശേഷമാണ് ഡോക്ടറെ കാണുവാൻ വേണ്ടി സാധിച്ചത്. ഡോക്ടറെ കണ്ടപ്പോൾ ECG എടുക്കാൻ പറഞ്ഞു. വീണ്ടും പോയി ECG എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടുന്ന് സമാനമായി ഈ ECG എടുക്കുന്നതിന് സ്ലിപ്പ് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ECG എടുത്തത്. ECG എടുത്ത് കസേരയിൽ നിന്ന് എണീറ്റ സമയത്ത് തന്നെ ഇദ്ദേഹം കുഴഞ്ഞ് താഴേക്ക് വീണ് മരണപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ ആരോപണമായി ഉയർന്നു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, വന്നപ്പോൾ തന്നെ നെഞ്ചുവേദനയായി വന്ന ഒരാളാണ്. അകത്തേക്ക് കയറ്റി വിട്ടിരുന്നെങ്കിൽ, സെക്യൂരിറ്റി കയറ്റി വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അടിയന്തര ഘട്ടത്തിൽ അദ്ദേഹത്തിന് ചികിത്സ നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അരുൺ ഉയർന്നു വരുന്ന ഒരു ആരോപണം. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. കൃത്യമായി ചികിത്സ കിട്ടാത്തതാണോ മരണത്തിലേക്ക് നയിച്ചത്? കൃത്യമായിട്ട് ചികിത്സ കിട്ടാത്തതിനാണ് അദ്ദേഹം മരണപ്പെട്ടത്. കാര്യം കഠിനമായിട്ടുള്ള നെഞ്ചുവേദനയായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. എത്തിയ സമയത്ത് ഇവിടെ ഡോക്ടറിനെ കാണാൻ ഏതാണ്ട് 10-35ഓളം പേഷ്യൻസ് ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു ഡോക്ടർ മാത്രമാണ് കാഷ്വാലിറ്റിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡോക്ടർ വരികയാണ് ഉണ്ടായത്. മുൻകാലങ്ങളിൽ 3 ഡോക്ടർമാർ വരെ രാത്രികാലങ്ങളിൽ കാഷ്വാലിറ്റിയിലുണ്ട്. നിലവിൽ ഇത്രയും തിരക്ക് വരാനുള്ള കാരണം തന്നെ കൃത്യമായിട്ട് OP സമയം വൈകുന്നേരം 6 മണി വരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത് ഒരു വലിയ കുറവാണ്. മുൻകാലങ്ങളിൽ 6 മണി വരെ OP ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 മണി വരെ OP ഉള്ളൂ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ സൂപ്രണ്ടിനെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്. അപ്പോൾ സൂപ്രണ്ട് ഞങ്ങളടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് 7ഓളം ഡോക്ടർമാർ മാറിപ്പോയിട്ടുണ്ട്. അരുൺ, ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസി
എന്താണ് ശാന്തന അവിടെ സംഭവിക്കുന്നത്? ആരൊക്കെ തമ്മിലാണ് ഈ തർക്കം? അരുൺ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇവിടെ കൂടി നിന്ന ആളുകൾ തമ്മിലാണ് ഇത്തരത്തിൽ ഒരു തർക്കം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിലുള്ള ആളുകൾ കള്ളമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേക്ക് എന്തായാലും കാര്യങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നത്.